പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ ബി.ജെ.പിയിൽ ഭിന്നത. ആർ.എസ്.എസിന്റെ അനുമതി വാങ്ങാതെയാണ് പേര് നൽകിയതെന്ന് ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചു. ദേശീയ നേതാക്കളുടെ പേര് നൽകുന്നതിൽ അനുമതി വാങ്ങാത്ത നിലപാടിൽ അതൃപ്തിയിലാണ് ആർ.എസ്.എസ് നേതൃത്വം. ടി നന്ദഗോപാലുണ്ട് വിശദാംശങ്ങളുമായി. നന്ദു, കഴിഞ്ഞ ദിവസമൊക്കെ ഈ വിഷയത്തിലുണ്ടായ പ്രതിഷേധം എന്ന് പറയുന്നത് കെട്ടിടത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും പ്രതിഷേധിക്കുന്നു. ബി.ജെ.പി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പുതിയ പ്രശ്നം എന്താണ്? അതായത് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ഒക്കെ ഈ പേര് നൽകുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനിടെയാണ് ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നത്. ആർ.എസ്.എസിന്റെ ഒരു നിലപാടനുസരിച്ച് തങ്ങളുടെ ദേശീയ നേതാക്കളുടെ പേര് ഏതെങ്കിലും ഒരു പദ്ധതിക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ മുൻകൂട്ടി അനുമതി വാങ്ങണമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കെ.ബി. ഹെഡ്ഗേവാറിന്റെ പേര് ഉപയോഗിക്കുന്നതിന് അത്തരത്തിലൊരു അനുമതി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആർ.എസ്.എസ് പറയുന്നത്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ ശേഷം ഈ പേരിട്ടാൽ മതിയായിരുന്നു എന്നുള്ളതാണ് ആർ.എസ്.എസിന്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ ഇതൊരു വിവാദത്തിലേക്ക് പോയി എന്നുള്ളതും ഇവർ പറയുന്നു. ഒപ്പം ചില ബി.ജെ.പി നേതാക്കളും സമാനമായ രീതിയിലുള്ള എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ കൗൺസിലർമാരോടും ബി.ജെ.പി കൗൺസിലർമാരോടും ഈ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല, ചിലർ മാത്രം ഏകപക്ഷീയമായി തീരുമാനമെടുത്തതാണ് എന്നുള്ള ഒരു നിലപാടാണ് ചില ബി.ജെ.പി കൗൺസിലർമാരടക്കം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഏതായാലും ഈ വിഷയങ്ങൾക്കിടയിലും ഈ വിവാദങ്ങൾക്കിടയിലും കെ.ബി. ഹെഡ്ഗേവാറിന്റെ പേരുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഈ ബി.ജെ.പിയുടെ നഗരസഭയുടെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നന്ദഗോപാൽ, ഇങ്ങനെ ഹെഡ്ഗേവാറിന്റെ പേര് ഒരു കെട്ടിടത്തിന് നൽകുന്നുണ്ടെങ്കിൽ അതിന് ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും അനുമതി വേണമെന്നാണോ നേതാക്കൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിലൊരു പിന്മാറാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട്? അതായത് ആർ.എസ്.എസിന്റെ അനുമതി വേണമെന്നുള്ളതാണ്. ആർ.എസ്.എസിന്റെ അവരുടെ ദേശീയ നേതാവിന്റെ പേരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾക്ക് ഉപയോഗിക്കുമ്പോൾ മുൻകൂട്ടി അനുമതി വാങ്ങണമെന്നുള്ളതാണ് ആർ.എസ്.എസിന്റെ നിലപാട്. പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ വിലയിരുത്തൽ. ഏകപക്ഷീയമായ ഒരു തീരുമാനം സ്വീകരിച്ചു, അത് വലിയ വിവാദങ്ങളിലേക്ക് പോയി, തങ്ങളുടെ നേതാവിന്റെ പേര് ഒരു വിവാദത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതാണ് ഈ ഒരു എതിർപ്പിന് കാരണമായി വരികയും ചെയ്തത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ പാലക്കാട് സെക്രട്ടറി റിയാസ് ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. റിയാസ്, കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധം എന്ന് പറയുന്നത് ഹെഡ്ഗേവാറിന്റെ പേര് കെട്ടിടത്തിന് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നിങ്ങളൊക്കെ പ്രതിഷേധിച്ചത്. പക്ഷേ ഇതിപ്പോൾ മറ്റൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹെഡ്ഗേവാറിന്റെ പേര് കെട്ടിടത്തിന് നൽകാൻ അനുമതി തേടിയിരുന്നില്ല എന്നാണ് ആർ.എസ്.എസ് പറയുന്നത്. റിയാസിലേക്ക് മടങ്ങിവരാൻ വീണ്ടും നന്ദഗോപാലിലേക്ക് പോവുകയാണ്. നന്ദു, അപ്പോൾ ബി.ജെ.പി നേതാവൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചത് തന്നെയായിരുന്നു. എത്രയൊക്കെ പ്രതിഷേധം ഉണ്ടായാൽ പോലും ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ കെട്ടിടത്തിന് നൽകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ഇപ്പോൾ ആർ.എസ്.എസ് നേതാക്കളുമായി അവിടെ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പേര് ഇടുന്നതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് ലഭിക്കുന്ന സൂചന? പേരിടുന്നതിൽ നിന്നും പിന്മാറാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസും CPM-ഉം വലിയ രീതിയിലുള്ള എതിർപ്പ് ഇതിനെതിരെ ഉന്നയിച്ചു. ഒപ്പം ഇവരുടെ തറക്കല്ലിടൽ ചടങ്ങിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ഒക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ ഘട്ടത്തിൽ പേര് ഇടുന്നതിൽ നിന്നും പിന്മാറിയാൽ അത് തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ പേരിടുന്നതിൽ നിന്നും പിന്മാറുന്നില്ല, ഇതുമായി മുന്നോട്ട് തന്നെ പോകാം എന്നുള്ള ഒരു നിലപാടിലാണ് ബി.ജെ.പി ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെയാണ് ഇത്തരത്തിലൊരു എതിർപ്പുണ്ടായത്. അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി.